കേരളത്തിൽ എത്ര മന്ത്രിസഭയുണ്ട് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല നിലവിൽ. കാരണം ഒരൊറ്റ മന്ത്രിസഭയേ ഉള്ളൂ. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയ്ക്കാണ്. ഇനി അത് മാറുകയാണെങ്കിലോ? അങ്ങനെയുള്ള ഒരു മാറ്റം സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നഗരങ്ങളിൽ സിറ്റി ക്യാബിനറ്റുകൾ വരികയാണ്. മേയറായിരിക്കും സിറ്റി ക്യാബിനറ്റിൻ്റെ തലവൻ. നഗരഭരണം സുഗമവും കാര്യക്ഷമവുമാക്കാൻ ലക്ഷ്യമിട്ടാണ് സിറ്റി ക്യാബിനറ്റുകൾ വരുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ മാതൃകയിലായിരിക്കും പ്രവർത്തനം. വിപുലമായ അധികാരങ്ങളാണ് ഇപ്പോൾ സിറ്റി കോർപ്പറേഷനുകൾക്കുള്ളത്. ക്യാബിനറ്റ് കൂടി വരുന്നതോടെ നഗരഭരണത്തിൻ്റെ മുഖച്ഛായ മാറുമെന്നാണ് വിലയിരുത്തൽ. കേരള നഗരനയ കമ്മീഷൻ റിപ്പോർട്ടിലാണ് നഗരങ്ങളിൽ സിറ്റി ക്യാബിനറ്റ് രൂപീകരിക്കുവാനുള്ള ശുപാർശ. സംസ്ഥാന സർക്കാരും നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സംയുക്തമായി തിരഞ്ഞെടുക്കുന്ന ഒരു ചീഫ് എക്സിക്യൂട്ടീവിനെ കോർപ്പറേഷനുകളിൽ നിയമിക്കണം. സിറ്റി പോലീസ് മേധാവിയെ സിറ്റി ക്യാബിനറ്റിന്റെ എക്സ് ഓഫീഷ്യോ അംഗമാക്കണമെന്നും ശുപാർശയുണ്ട്. നഗരതല അർബൻ ഒബ്സർവേറ്റീവുകൾ സ്ഥാപിക്കണം. ഖരമാലിന്യ പരിപാലനം, കാലാവസ്ഥ, ദുരന്ത നിവാരണം എന്നിവയ്ക്കായി പ്രത്യേക സെല്ലുകൾ സ്ഥാപിക്കണം. ഫിനാൻസ് ഓഫീസർ, ഹെൽത്ത് ഓഫീസർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ലീഗൽ ഓഫീസർ, ഡിജിറ്റൽ ഓഫീസർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികകൾ സൃഷ്ടിക്കാം. വിദഗ്ധരെ ഡയറക്ടർ പ്ലാനിംഗ്, ഡയറക്ടർ ഫിനാൻസ് തസ്തികകളിൽ നിയോഗിച്ച് പ്രത്യേക വകുപ്പുകൾ സ്ഥാപിക്കണം. മുനിസിപ്പൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് സംവിധാനം വേണം. നഗരാസൂത്രണത്തിൽ കാലാവസ്ഥാ മാറ്റങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ അപകട സാധ്യതാ മാസ്റ്റർ പ്ലാൻ വികസിപ്പിക്കണം. കോർപ്പറേഷനുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പൽ ബോർഡുകൾ ആരംഭിക്കണം. സംസ്ഥാന തലത്തിൽ കാലാവസ്ഥാ ധനകാര്യ ഉപദേശ സെൽ സ്ഥാപിക്കണം. വ്യവസായ ലൈസൻസ് ഫാസ്റ്റ് ട്രാക്ക് ഏകജാലക സംവിധാനം നടപ്പിലാക്കണം. എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് കൗൺസിലുകൾ സ്ഥാപിക്കണം. തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപടിയെടുക്കും തുടങ്ങിയവയും നഗരനയത്തിൻ്റെ ഭാഗമാണ്. വേഗത്തിൽ തീരുമാനമെടുക്കുവാനും പദ്ധതികളുടെ മേൽനോട്ടം ഉറപ്പാക്കാനുമാണ് സിറ്റി ക്യാബിനറ്റ് രൂപീകരിക്കുന്നത്. തുടക്കത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലാണ് സിറ്റി ക്യാബിനറ്റ് നടപ്പാക്കുക. കുടുംബശ്രീക്ക് സമാനമായി പ്രൊഫഷണലായി പരിശീലനം നേടിയ ജ്ഞാനശ്രീ പരിപാടി ആരംഭിക്കാനും ശുപാർശയുണ്ട്. വരുന്ന 25 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ 80% പേരും നഗരവാസികളായിരിക്കുമെന്നാണ് നഗരനയ കമ്മീഷന്റെ വിലയിരുത്തൽ. ഇതിനനുസരിച്ചുള്ളതാണ് സിറ്റി ക്യാബിനറ്റ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ. വ്യവസായങ്ങൾക്കായി പുനരുപയോഗ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സൗഹൃദ വ്യവസായ പാർക്കുകൾ തുടങ്ങണം. സംരംഭങ്ങൾക്കായി തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെ ക്ലസ്റ്ററുകൾ സ്ഥാപിക്കണം. എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിക്കണമെന്നും ശുപാർശയുണ്ട്. ഇത്തരത്തിൽ മുഴുവനായ ഒരു മന്ത്രിസഭ പോലെ ഓരോ നഗരസഭയിലും ക്യാബിനറ്റുകൾ രൂപീകരിക്കുവാൻ തന്നെയാണ് പുതിയ നഗരപരിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള തീരുമാനം. വരും ദിവസങ്ങളിൽ ഇനി കേരളത്തിൽ ഒരു ക്യാബിനറ്റേ ഉള്ളൂ എന്ന് പറയാൻ കഴിയില്ല. എല്ലാ നഗരസഭകളിലും ക്യാബിനറ്റുകൾ വരാൻ പോകുന്നു.